നമസ്കാരം. ഫലദീപിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവപൂജ ചെയ്യുന്നതിലും ക്ഷേത്ര ദർശനം നടത്തുന്നതിലും മടി കാണിക്കാത്തവരാണ് നമ്മളൊക്കെ. ഓർക്കാപ്പുറത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അറിയാതെ തന്നെ പ്രാർത്ഥിച്ചു പോകും. സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കണമെന്നും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണമെന്നുമാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും നടത്തുകയും ചെയ്യുന്നു. നിരന്തരം ദുരിതങ്ങളിൽ അകപ്പെടുകയും ഒന്നും പരിഹരിക്കപ്പെടാതിരിക്കുമ്പോഴുമാണ് ചില സമയങ്ങളിൽ ഈശ്വരനെയും നമ്മൾ പഴിക്കുന്നത്. ഇതൊഴിവാക്കുവാനുള്ള ഉത്തമ പരിഹാരമാണ് ഇഷ്ടദേവതയെ കണ്ടെത്തിയുള്ള ആരാധന. ഓരോരുത്തരും അവരവർക്കും ചേരുന്ന ദേവതയെ കണ്ടെത്തി ആരാധിക്കണം. അതിലേറ്റവും എളുപ്പം നമ്മുടെ നക്ഷത്രമനുസരിച്ചുള്ള ദേവതയെ പൂജിക്കുകയാണ്. നക്ഷത്ര ദേവതയെ അല്ലെങ്കിൽ അതിദേവതയെ സദാ മനസ്സിലേറ്റി ആരാധിക്കുന്നവരെ സഹായിക്കാൻ അദൃശ്യമായ ഒരു ശക്തി എപ്പോഴും ഒപ്പമുണ്ടാകും. നക്ഷത്രമനുസരിച്ച് നല്ല സമയവും ചീത്ത സമയവും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പ്രയാസങ്ങൾ ബാധിക്കില്ല. ഓരോ നാളിന്റെയും പൊതുസ്വഭാവവും സാമാന്യമായ സമയദോഷവും ആരാധിക്കേണ്ട ദേവതയും നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവായതിനാൽ ഗണപതിയെ ഇഷ്ടദേവതയായി പൂജിക്കണം. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ക്ലേശപരിഹാരാർത്ഥം ഭജിക്കണം. വിനായക ചതുർത്ഥി വ്രതം ഏറെ ഗുണം ചെയ്യും. ഗണപതി കവചം, ഗണപതി സ്തോത്രം എന്നിവ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ജന്മദിനത്തിൽ ധന്വന്തരി ക്ഷേത്രത്തിൽ വഴിപാടോ പൂജയോ നടത്താം. ഭരണി നക്ഷത്രം. ഭരണിയുടെ നക്ഷത്രദേവത യമനായതിനാൽ ശിവനെ പൂജിക്കുന്നതാണ് ഉത്തമം. ക്ലേശപരിഹാരത്തിന് ശിവനെ പ്രാർത്ഥിക്കാം. ഭരണി, പൂരാടം, പൂരം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താം. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ക്ലേശങ്ങൾ കുറയാൻ സഹായിക്കും. കാർത്തിക. മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ളവർ ദേവിയെയും പൂജിക്കണം. ദിവസവും സൂര്യദേവനെയോ ശിവനെയോ പ്രാർത്ഥിക്കണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കണം. രോഹിണി നക്ഷത്രം. മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കാം. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രന്റെയും ചന്ദ്രന്റെ ദേവതകളെയും ഉപാസിക്കണം. പൗർണമിയിൽ ദുർഗാദേവിയുടെയും അമാവാസിയിൽ ഭദ്രകാളിയുടെയും ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും നല്ലതാണ്. മകീര്യം. മഹാലക്ഷ്മി, ദുർഗാദേവി എന്നീ ദേവിമാരിൽ ആരെയെങ്കിലും ഇഷ്ടദേവതയായി മകീര്യ നക്ഷത്രക്കാർക്ക് പൂജിക്കാം. സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ഗുണം ചെയ്യും. ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തണം. തിരുവാതിര. തിരുവാതിരക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുക. രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നത് ഗുണം ചെയ്യും. ജന്മനക്ഷത്ര നാളിൽ രാഹുവിനെ ആരാധിക്കുന്നത് നല്ലതാണ്. പുണർദ നക്ഷത്രം. പുണർദത്തിന്റെ ഇഷ്ടദേവൻ കൃഷ്ണനാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ക്ലേശം കുറയ്ക്കുവാൻ സഹായിക്കും. പുണർദം, വിശാഖം, പൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണം ചെയ്യും. പൂയ നക്ഷത്രം. പൂയ നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവൻ വിഷ്ണു ഭഗവാനാണ്. ശനിയാഴ്ച വ്രതവും ശനിഭജനവും അനുഷ്ഠിക്കണം. പൂയവും ശനിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ശാസ്താ പൂജയോ ശനീശ്വര പൂജയോ ചെയ്യുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ആയില്യ നക്ഷത്രം. നാഗദൈവങ്ങളാണ് ഇഷ്ടദേവത. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷാവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. മകൻ നക്ഷത്രം. മകൻ നക്ഷത്ര ജാതർക്ക് പിതൃപൂജയാണ് ഗുണകരം. ശിവനെ ഇഷ്ടദേവതയായി ആരാധിക്കണം. പിറന്നാളിന് ഗണപതി ഹോമം നടത്തുന്നത് ഗുണം ചെയ്യും. മകം, മൂലം, അശ്വതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. പൂരം നക്ഷത്രം. ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. പൂരം, പൂരാടം, ഭരണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും. ഉത്രം. ഉത്രം നക്ഷത്രക്കാർ ശാസ്താവിനെയാണ് പൂജിക്കേണ്ടത്. പതിവായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണം ചെയ്യും. ശിവക്ഷേത്ര ദർശനവും ശിവപൂജയും ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും. അത്തം നക്ഷത്രം. ഗണപതിയാണ് ഇഷ്ടദേവത. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ചിത്തിര. ദേവി ഉപാസനയാണ് ഗുണകരം. ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ലളിതാ സഹസ്രനാമം ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ചോതി നക്ഷത്രം. ചോതിയുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും ലക്ഷ്മി ഭജനം നടത്തുന്നതും ഗുണകരമാണ്. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുക. വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർ ബ്രഹ്മാവിനെയാണ് പൂജിക്കേണ്ടത്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമവും ഗുണം ചെയ്യും. അനിഴം നക്ഷത്രം. ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കാളിമന്ത്രജപം പ്രശ്ന പരിഹാരത്തിന് സഹായിക്കും. ശാസ്താഭജനവും ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും.
തൃക്കേട്ടക ഇന്ദ്രനെയാണ് പൂജിക്കേണ്ടത്. തൃക്കേട്ടകയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും ഉത്തമമാണ്. മൂലനക്ഷത്രം മൂലനക്ഷത്രജാതരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഗണപതിയെ ഭജിക്കുന്നതും ഗുണം ചെയ്യും. പൂരാടം വരുണനാണ് ഇഷ്ടദേവൻ. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും ഗുണം ചെയ്യും. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്താം. ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കണം. സൂര്യോദയ ശേഷം ആദിത്യനെ തൊഴുന്നത് ഉത്തമമാണ്. ശിവരാത്രി വ്രതം, ഞായറാഴ്ച വ്രതം എന്നിവ ഗുണം ചെയ്യും. തിരുവോണ നക്ഷത്രം വിഷ്ണുവാണ് ഇഷ്ടദേവൻ. ശനിയാഴ്ച തോറും ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം എന്നിവ തിരുവോണം നാളിൽ നടത്തുന്നത് ഉത്തമമാണ്. അവിട്ടം നക്ഷത്രം ഇഷ്ടദേവതയായി ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം. സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ശാസ്താഭജനവും ശനീശ്വര പൂജയും ഉത്തമമാണ്. ചതയം നക്ഷത്രം വരുണനെയോ സർപ്പത്തെയോ ഇഷ്ടദേവതയായി ആരാധിക്കാം. ജന്മനക്ഷത്രത്തിൽ രാഹുപൂജ നടത്തുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അവ സംരക്ഷിക്കണം. പൂരിട്ടാതി നക്ഷത്രം ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ, വിഷ്ണു സഹസ്രനാമം എന്നിവ നടത്തണം. ശനിയെ പ്രീതിപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ഉത്രട്ടാതി ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ഈ നക്ഷത്രജാതരുടെ ഇഷ്ടദേവത. വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക. രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. എല്ലാ ദിവസവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും.